Good morning, all. Today I'm here to have a seminar on the topic law of return to scale. So, before going to the topic, let me have an introduction. Introduction examines relationship between output and scale of input when all inputs are increased in same proportion. Three stages: increasing returns, constant returns, and decreasing returns. എല്ലാ ഇൻപുട്ടും സെയിം ലെവൽ ഓഫ് പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും റിലേഷൻഷിപ്പിനാണ് ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിന് 3 സ്റ്റേജസ് ഉണ്ട്. ദേ ആർ increasing returns, constant return, and decreasing returns. Law of return to scale. So law of return to scale അറിയുന്നതിന് മുന്നേ what is the law of variable proportion എന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ law of return to scale നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. So the law of variable proportion analyzes the behavior of output when one input factor is variable and the other factors are held constant. This is a short run analysis. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ ഒരു ഇൻപുട്ട് വേരിയബിളും മറ്റ് ഇൻപുട്ട് കോൺസ്റ്റൻറ്റും ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ബിഹേവിയറിനെയാണ് ലോ ഓഫ് വാരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് വാരിയബിൾ പ്രപ്പോർഷൻ ഒരു ഷോർട്ട് റൺ അനാലിസിസ് ആണ്. ബട്ട് ഇൻ ദ ലോങ് റൺ all factors are variable. But long run analysis എല്ലാ ഫാക്ടറും അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആണ്. വേരിയബിൾ മീൻസ് ചേഞ്ചിങ് ആണ്. When all factors are changed in same proportion, the behavior of output is analyzed with laws of return to scale. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സെയിം ലെവലിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓർ സെയിം ലെവൽ ഓഫ് പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ബിഹേവിയറിനെയാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ദസ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഈസ് എ ലോങ് റൺ അനാലിസിസ്. സോ ഈ ഒരു ലോ ലോങ് റൺ അനാലിസിസ് ആണ്. ബിക്കോസ് ഓഫ് ദ റീസൺ ഐ സ്റ്റേറ്റഡ് ഏർലിയർ, ദാറ്റ് ഈസ് ലോങ് റൺ അനാലിസിസിൽ എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആയിരിക്കും. ഐ റിപ്പീറ്റ്, വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് എന്നാണ്. ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഈസ് കൺസേൺഡ് not with proportion between factors of production but with scale of production. ഇനി നമുക്ക് റിട്ടേൺ ടു സ്കെയിൽ എന്നതിനെക്കുറിച്ച് പ്രൊഫസർ റോഗർ മില്ലർ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. പ്രൊഫസർ റോഗർ മില്ലർ have told that return to scale refers to the relationship between changes in output and proportionate changes in all factors of production. Assumption of the law of return to scale. The following are the assumption of the law of return to scale. ഇനി നമുക്ക് എന്താണ് law of return to scaleൻ്റെ assumption എന്നത് നോക്കാം. First point, all input factors are variable. എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. വേരിയബിൾ പറഞ്ഞാൽ ചേഞ്ചിങ് ആണ്. There is no technological changes. ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസും അവിടെ ഇല്ല. There is perfect competition. അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. And the fourth point, the output is measured in quantity. ഔട്ട്പുട്ടുകളെല്ലാം ക്വാണ്ടിറ്റീസിലായിരിക്കും മെഷർ ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, എ വർക്കർ വിത്ത് ഗീവൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. അതായത് ഒരു വർക്കർ ഗീവൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് വെച്ച് വർക്ക് ചെയ്യും. സ്റ്റേജസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഇൻക്രീസിങ് റിട്ടേൺ, constant return and decreasing returns. So we can go through the stages one by one. ഓരോരോ സ്റ്റേജസിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ്, എന്താണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ? എന്താണ് അത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇഫ് ഓൾ ഇൻപുട്സ് ആർ ഡബിൾഡ്, ഔട്ട്പുട്ട് വിൽ ആൾസോ ഇൻക്രീസ് അറ്റ് ദ ഫാസ്റ്റർ റേറ്റ് ദാൻ ഡബിൾ. ഇൻപുട്ട് ഇൻക്രീസ് ആവുന്നതിനേക്കാൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുന്നതിനെയാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ആവാൻ കുറച്ച് റീസൺസ് ഉണ്ട്. സോ നമുക്ക് എന്താണ് ആ റീസൺസ് എന്ന് നോക്കാം.
ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ, എക്സ്റ്റേണൽ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. ഈ 3 റീസൺസ് കാരണമാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്നത് സംഭവിക്കുന്നത്. കോസസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോസസ്? സൈസ് ഓഫ് ഫേം എക്സ്പാൻഡ്, മാനേജൽ എഫിഷ്യൻസി ഡിക്രീസസ്. ഫേമിൻ്റെ സൈസ് എക്സ്പാൻഡ് ആവും, മാനേജൽ എഫിഷ്യൻസി ഡിക്രീസ് ആവും, ലിമിറ്റഡ് റിസോഴ്സും ആവും. സോ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജസ് ഓഫ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ നോക്കാം. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ. സോ ഇങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ വർക്ക് ചെയ്യുക. സോ ഇനി നമുക്ക് എന്താണ് കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ എന്നത് നോക്കാം. ഇഫ് ഓൾ ഇൻപുട്ട്സ് ആർ ഡബിൾഡ്, ഔട്ട്പുട്ട് വിൽ ആൾസോ ബി ഡബിൾഡ്. അതായത് ഇൻപുട്ട് ഇൻക്രീസ് ഇതിനോടൊപ്പം സെയിം ലെവൽ ഓഫ് പ്രൊപ്പോർഷനേറ്റിൽ രണ്ടും ഇൻക്രീസ് ആവുമ്പോൾ അതിനെയാണ് പറയുക കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ ആവാനുള്ള റീസൺസ് നമുക്ക് നോക്കാം. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഈസ് ബാലൻസ്ഡ് ബൈ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. നെക്സ്റ്റ് ഈസ് കോസസ് ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ. ഈ കോൺസ്റ്റൻറ്റ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന സിറ്റുവേഷൻ വരാൻ റീസണബിളായിട്ടുള്ള കോസസ് നമുക്ക് നോക്കാം. ഇൻഡിവിസിബിലിറ്റി ഓഫ് ഫിക്സഡ് ഫാക്ടേഴ്സ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വെൻ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ, the production function is homogeneous of degree, showing constant return to scale. So നമ്മുടെ തേർഡ് സ്റ്റേജസ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആണ് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഈ ഗ്രാഫ് എങ്ങനെയാണ് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് കൊണ്ട് പറയുന്നത് നമുക്ക് നോക്കാം. ഇഫ് all inputs are doubled, output will be less than doubled. ഇൻപുട്ട് ഇൻക്രീസ് ആവുന്നതിനേക്കാൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുന്നത് കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ കോസ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ ദർ ആർ 2 ടൈപ്സ്, ഇൻറ്റേർണൽ ഡിസ്എക്കണോമിക്സും എക്സ്റ്റേർണൽ ഡിസ്എക്കണോമിക്സും. ഇനി ഇതിൻ്റെ കോസസ് ഓഫ് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ദർ ആർ ഓഫ് 3 ടൈപ്സ്, 3 കോസസ്. ദേ ആർ technical and managerial indivisibilities, higher degree of specialization, and the third one is dimensional relationships. So നമുക്കിനി എങ്ങനെയാണ് ഈ 3 കാര്യങ്ങളും 3 സ്റ്റേജസ് ഓഫ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ, ദാറ്റ് ഈസ് ഇൻക്രീസിങ്, കോൺസ്റ്റൻറ്റ്, ഡിക്രീസ് നമുക്ക് ഓർ ഡിമിനിഷ് റിട്ടേൺ ടു സ്കെയിൽ എന്നും പറയാം. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഗ്രാഫിൽ അത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇൻ ദിസ് ഫിഗർ 3 സ്റ്റേജസും അവിടെ നടക്കുന്നുണ്ട്. എ ടു ബി, ദാറ്റ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് സ്റ്റേജ്. അവിടെ നമുക്ക് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ബി ടു സി, വെർ വി ക്യാൻ സീ ദാറ്റ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ഹാവ് ബീൻ വർക്കിംഗ്. ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സി ടു ഡി, വിച്ച് ഈസ് ദ ഡിമിനിഷിങ് ഓർ ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇങ്ങനെയാണ് ഒരു ഗ്രാഫിൽ നമുക്ക് ഈ ഒരു 3 സ്റ്റേജസിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നൗ വി ക്യാൻ ഹാവ് എ ടേബിൾ. ഈ ടേബിൾ നമുക്ക് ഒന്നുകൂടിയും ഈ 3 എണ്ണം എങ്ങനെയാണ് ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒന്നുകൂടിയും മോർ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടേബിൾ റെപ്രസെൻറ്റിംഗ് ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. സോ ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. അതായത് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഡബിൾഡ്, ദെൻ ഔട്ട്പുട്ട് ഈസ് ഡബിൾഡ്. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്നിവിടെ പറയുന്നത് വർക്കർ ആൻഡ് ലേബർ. ഇപ്പോൾ 1 വർക്കർ പ്ലസ് 2 acres ഓഫ് ലാൻഡ്, അങ്ങനെ പോകുന്ന ആ ഒരു വർക്കറും ലാൻഡും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇവിടെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഡബിൾ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടും ഡബിൾ ആവുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ, ഇൻക്രീസിങ് റിട്ടേൺസ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇഫ് ദ ഇൻഡസ്ട്രി ഈസ് എൻജോയിങ് ഇൻക്രീസിങ് റിട്ടേൺ, then its marginal product also or marginal returns also increases. So that is first stage, increasing return. And the second stage is constant return. Here scale of production is further increased, marginal product remain constant.
സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോഴും മാർജിൻ പ്രൊഡക്റ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഇസ് ഡിക്രീസിങ് റിട്ടേൺ. So in the third stage, scale of production is increased, then the total returns increase at a lower rate than before, and that is the third stage, decreasing return. So now we can have a conclusion. According to the law of return to scale, when all input factors are increased, total output generally increase at an increasing rate, later at constant rate, and finally at a diminishing rate. Diminishing rate also known as a decreasing rate. So the three stages are not three different laws of return to scale, but three aspects of one and the same law. These three stages ഒരു 3 different ലോസിനല്ല, പക്ഷെ 3 ആസ്പെക്റ്റിനെ, ഒരു ലോയിൽ തന്നെ വരുന്ന 3 ആസ്പെക്റ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിൽ വരുന്ന 3 ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് റിട്ടേൺ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ ആൻഡ് ഡിക്രീസിങ് റേറ്റിനെയാണ് കാണിക്കുന്നത്. Thank you.